പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഒരു കാലത്ത് ടെലിവിഷൻ പ്രേക്ഷകരെ ചിരിപ്പിച്ച മുഖവും സ്വരവുമായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ. ഇന്ത്യ വിഷൻ ചാനലിൻ്റെ ഡയറക്ടറായിരുന്നു. ഇടക്കാലത്ത് ചില സിനിമകളിലും മുഖം കാട്ടി. പിന്നീട് ബിസിനസ് തകർന്നു, ജയിൽവാസം ആരംഭിച്ചു. പ്രഹസനമായി ആരംഭിച്ച് ദുരന്തമായി അവസാനിച്ച രാമചന്ദ്രന് ആദരാഞ്ജലി. അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിമർശനങ്ങളുടെ പൊങ്കാല തന്നെയായിരുന്നു. മലയാളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകളിലെല്ലാം രാഷ്ട്രീയ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യമായ, കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അഗാധമായ അറിവുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മൾക്കൊക്കെ പരിചിതനാണ്, ഇഷ്ടവുമാണ്. ഹാസ്യവും ഗൗരവവും കലർന്ന അദ്ദേഹത്തിൻ്റെ അവതരണ രീതിയും എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിലും അല്പം ഹാസ്യം കലർത്തി പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ സമാധാനിക്കാം. പക്ഷേ അത് അറ്റ്ലസ് രാമചന്ദ്രനെ കുറിച്ചാകുമ്പോൾ പ്രവാസികൾ ഉൾപ്പെടെയുള്ള നമ്മൾ മലയാളികൾക്ക് ഇത്തിരി നീരസം തോന്നുന്നത് സ്വാഭാവികം മാത്രം. അതേസമയം മുൻ മജിസ്ട്രേറ്റ് എസ് സുദീപ് എന്തിനാണ് അറ്റ്ലസ് രാമചന്ദ്രൻ മരിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞത് എന്ന തലക്കെട്ടിൽ എഴുതിയ അനുസ്മരണം നിരവധി പേരാണ് പങ്കുവച്ചിട്ടുള്ളത്. ജയിലിലെ ഒറ്റപ്പെടലിനെ കുറിച്ച് അറ്റ്ലസ് രാമചന്ദ്രൻ തന്നെ പറഞ്ഞ വാക്കുകൾ അത്ര ഹൃദയസ്പർശിയാണ്. ജയിലിലെ 3 വർഷങ്ങൾ, ഷോറൂമുകളിൽ ഉണ്ടായിരുന്ന സ്വർണവും രത്നവുമൊക്കെ വിശ്വസ്ത സ്ഥാപനങ്ങളിലെ തൻ്റെ വിശ്വസ്തരെന്ന് കരുതിയവർ തന്നെ എടുത്ത് നാടുവിട്ടു. എന്നിട്ടും ശേഷിച്ചതെല്ലാം എടുത്ത് ഇന്ദിരാ രാമചന്ദ്രൻ എല്ലാ ജീവനക്കാർക്കും ശമ്പള ബാക്കി നൽകി. പുറത്തു വന്നപ്പോൾ തൻ്റെ മാനേജർമാരെയൊക്കെ വിളിച്ചു. ആരും ഫോൺ എടുത്തില്ല. അപ്പോഴും രാമചന്ദ്രൻ നിറഞ്ഞു ചിരിച്ചു. ആ ചിരി കണ്ട് നമ്മളാണ് കരഞ്ഞത്. ആ മനുഷ്യൻ തിരിച്ചു വരണമെന്ന് അത്രമേൽ ആഗ്രഹിച്ചതും നമ്മൾ തന്നെ. തിരിച്ചു വരാനാവാതെ മടങ്ങുമ്പോൾ സുദീപ് എഴുതുന്നു, സത്യത്തിൽ ഈ ചിരി തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ വിലമതിക്കാനാകാത്ത സ്വത്ത്. ആ സ്വത്ത് കവർന്നു കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ഉറ്റവരെന്ന് നടിച്ചവർക്ക് ആയില്ലല്ലോ. പിന്നെ എന്തിന് അറ്റ്ലസ് രാമചന്ദ്രനെ മണ്ടനെന്നും ദുരന്തമെന്നും വിശേഷിപ്പിക്കണം? ശരിയാണ്, മരണം ആരെയും മഹത്വവൽക്കരിക്കുന്നൊന്നുമില്ല. എന്നാൽ നിന്ദിക്കണമെന്നുണ്ടോ? അദ്ദേഹത്തിനുള്ളതിനേക്കാൾ കൂടുതൽ എന്ത് മഹത്വമാണ് ഈ നിന്ദിക്കുന്നവർക്കുള്ളത്? മരണസമയത്ത് താൻ സ്നേഹിക്കുന്ന കുടുംബം ഒപ്പമുണ്ടാകുക എന്നതല്ലേ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി തന്നെയായിരുന്നില്ലേ അറ്റ്ലസ് രാമചന്ദ്രൻ? മരണസമയത്ത് ഭാര്യ ഇന്ദു രാമചന്ദ്രൻ, മകൾ ഡോക്ടർ മഞ്ജു രാമചന്ദ്രൻ, പേരക്കുട്ടികളായ ചാന്ദിനി, അർജുൻ എന്നിവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ ആയിരിക്കില്ലേ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാകുക? എസ് സുദീപ് എഴുതിയ അനുസ്മരണക്കുറിപ്പ് വായിക്കാം. എന്തിനാണ് അറ്റ്ലസ് രാമചന്ദ്രൻ മരിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞത്? ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളാണ്. 80ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അകാല വിയോഗമെന്ന് പറയാൻ കഴിയുമോ? എന്നിട്ടും എന്തിനാണ്? ഒരു ഉത്തരമേ ഉള്ളൂ. അറ്റ്ലസ് രാമചന്ദ്രൻ ഒരു മനുഷ്യനായിരുന്നു. സാധാരണ മനുഷ്യൻ. കോടികളും ശതകോടികളും ഉണ്ടായിരുന്നപ്പോഴും ഈശ്വരനായിരുന്നില്ല, വെറും മനുഷ്യനായിരുന്നു. കലയെയും ജീവിതത്തെയും മനുഷ്യനെയും സ്നേഹിച്ച ഒരാൾ. വൈശാലിയും വാസ്തുഹാരയും സുഹൃതവും ഒക്കെ എടുത്തത് ലാഭമുണ്ടാക്കാനായിരുന്നില്ല. കലയെ ആ മനുഷ്യൻ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് സമ്പാദിച്ചു. ഒടുവിൽ എല്ലാം തകർന്നു. എന്നിട്ടും ചിരിച്ചു. ഒടുവിൽ എപ്പോഴോ പണമില്ലാതെ ജയിലിലായി. വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ബാക്കിയായത് സ്വന്തം കുടുംബവും പിന്നെ മങ്ങാത്ത ആ ചിരിയും. ആ മനുഷ്യൻ തിരിച്ചു വരണമെന്ന് അത്രമേൽ ആഗ്രഹിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. തിരിച്ചു വരാനാകാതെ മടങ്ങുമ്പോൾ തിരിച്ചു വരുന്നില്ലെന്ന് ആരാണ് പറഞ്ഞത്? രാമചന്ദ്രൻ അതിന് മടങ്ങിയിട്ടില്ലല്ലോ. നമ്മളാകുന്ന ജനകോടികളുടെ ഉള്ളിൽ 916 പരിശുദ്ധിയും നൈർമല്യവുമുള്ള ആ ഒരു വിശ്വസ്ത സ്ഥാപനം അദ്ദേഹം എന്നേക്കുമായി തുറന്നിട്ടിരിക്കുന്നു. ആ സ്ഥാപനത്തിൻ്റെ പേരാണ് മനുഷ്യൻ. കോടീശ്വരനും ശതകോടീശ്വരനുമാകാൻ പലർക്കും കഴിഞ്ഞേക്കും. മനുഷ്യനാകാൻ അതത്ര എളുപ്പമല്ല. രാമചന്ദ്രൻ മനുഷ്യനായിരുന്നു. അതെ, 916 ക്വാളിറ്റിയുള്ള മനുഷ്യൻ. മനുഷ്യൻ യാത്രയാകുമ്പോൾ മനുഷ്യൻ കരയാതിരിക്കുന്നത് എങ്ങനെ? അതെ, പ്രവാസികൾ ഉൾപ്പെടെ അറ്റ്ലസ് രാമചന്ദ്രനെ കുറിച്ചറിയുന്ന ഓരോ മനസ്സിലും ആ വിങ്ങൽ ഉണ്ടാകാതിരിക്കില്ല.